മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ സംഗമം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി കൊട്ടാരക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെയും കാർഷിക പാരമ്പര്യത്തെയും കൊണ്ട് ജൈവ സംസ്കൃതിയിലേക്ക് തിരികെ നടക്കാനൊരുങ്ങി നൊച്ചാട് ഗ്രാമപഞ്ചായത്ത്. ജൈവ വൈവിധ്യ സംഗമവും വിത്തുകളുടെ കൈമാറ്റവും തലമുറകളായി കൈമാറി വന്ന നാട്ടറിവുകൾ പങ്കുവെക്കലും ഒപ്പം പ്രകൃതിയെ അടുത്തറിയാനുമുള്ള ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി കൊട്ടാരക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല. ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അവരിലേക്ക് കൂടുതൽ അറിവുകൾ എത്തിക്കുക എന്നത് കൂടിയാണ്. ഇപ്പോൾ വളരെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു വേനലവധി കാലത്തും നമ്മുടെ NSS നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നമുക്കൊപ്പം നിൽക്കുന്നത്. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ഭാവി തലമുറയ്ക്ക് തിരികെ കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മിക്കവാറും സംഘടിപ്പിച്ചു വരുമ്പോൾ ഇവരിലേക്കും ആ അറിവ് കൂടുതലായി എത്തിക്കണം. നേരത്തെ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ. പ്ലാസ്റ്റിക് തീർച്ചയായും നമ്മുടെ ഭൂമുഖത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കഴിയില്ലെങ്കിലും അതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയത്. പക്ഷെ എന്നിട്ട് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്നതായിട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കുകൾ കുമിഞ്ഞു കൂടുകയാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൈവ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ T സുരേഷ് വിശദീകരണം നടത്തി. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കുറെ വെള്ളരി പറക്കുമ്പോൾ ഞാൻ ക്രമീകരിച്ച് വേണമെങ്കിൽ 2-3 ദിവസം നനയ്ക്കാതിരുന്നിട്ട് വേണം വെള്ളരി പറിക്കാൻ. അങ്ങനെ പറിക്കുന്ന വെള്ളരി ദീർഘകാലം നിൽക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ ദിവസം ധാരാളം വെള്ളം നനച്ച് പറിക്കുമ്പോൾ വാട്ടക്കാലം കൂടുതലായിരിക്കും. അപ്പൊ ആ വെള്ളരി അത്ര നിൽക്കില്ല. അത് നാട്ടുകാരാണ്. ഞാൻ അറിയില്ല. ഞാൻ തലയെല്ലാം കഴിഞ്ഞ് അങ്ങനെ തലേ ദിവസം നനച്ചിട്ടാണ് വെള്ളരി അതൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ധാരാളമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് പറഞ്ഞൊക്കെ മക്കളെ നോട്ട് ചെയ്യും. നാളത്തെ കൃഷി ഓഫീസർമാരായി അപ്പോൾ നാളത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മലയിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിത് CK, CDS ചെയർപേഴ്സൺ സലില K, NSS പ്രോഗ്രാം ഓഫീസർ ഷാമിൽ KM തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഴയകാല കർഷകർ നാട്ടറിവുകൾ പങ്കുവച്ചു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ജൈവ വൈവിധ്യ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ സാധനമായിട്ടാണ് ഞാൻ അവിടെ വന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണ പിടിയൊന്നും പരിചയമില്ലാത്ത കുറേ സാധനമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഊരില താമര, പിന്നെ സോമലത, സ്ട്രോബെറി, ചീരച്ചേമ്പ്, നിലവേപ്പ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രമ്യ അമ്പാളി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.